കിണറ്റിൽ വീണ ഭർത്താവിന് രക്ഷകയായി മാറുകയായിരുന്നു ഭാര്യ. എറണാകുളം പിറവം സ്വദേശി രമേശനാണ് കുരുമുളക് പറിക്കുന്നതിനിടെ കിണറ്റിൽ വീണത്. പിന്നീട് ഭാര്യ പത്മം കയർ ഉപയോഗിച്ച് കിണറ്റിലിറങ്ങി ഫയർഫോഴ്സ് എത്തുന്നതുവരെ ഭർത്താവിനെ താങ്ങിപ്പിടിച്ച് നിന്നു. കുഴപ്പമില്ലല്ലോ, ആള് കുഴപ്പമില്ല. നോക്കട്ടെ നോക്കട്ടെ, നമുക്ക് നോക്കിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ആളെ ഇരുത്ത്. സൈഡിലോട്ട് നിൽക്ക്. കിണറ്റിലേക്കാണ് കുരുമുളക് പറിക്കുന്നതിനിടെ ഭർത്താവ് വീണുപോയ ഭർത്താവിനെ രക്ഷപ്പെടുത്തുന്നതിനായി ഭാര്യയും ഒപ്പമിറങ്ങി. ഇപ്പം നമ്മള് ഭർത്താവിനെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞിപ്പോ ഭാര്യ എത്തിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തെ ഭർത്താവിനെ പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം ഭാര്യ ആ കിണറ്റിനകത്ത് നിന്ന് ചോദിക്കുന്നത് അങ്ങേർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഓക്കെയാണ് എന്നാണ് ഭാര്യ കാണിക്കുന്നത്. എന്തായാലും സ്നേഹ മോൾ നൈനാൻ ചേരുന്നുണ്ട്. സ്നേഹ, ഭാര്യയും ഭർത്താവും ഇപ്പോൾ നന്നായിരിക്കുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇരുവർക്കും ഇല്ലല്ലോ. ഇത്ര ധൈര്യമായി ഭർത്താവിൻ്റെ ഒപ്പം ഏത് കിണറ്റിലും എടുത്ത് ചാടുന്ന ഒരു ഭാര്യയാണ് പത്മം, അല്ലേ? തീർച്ചയായും മാർഷൽ, ഇരുവരും എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. കിണറ്റിൽ വീണ രമേശിന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ രാവിലെയാണ് പിറവം 8ാം ഡിവിഷൻ ഇലഞ്ഞിക്കാവിൽ ഈ സംഭവം നടക്കുന്നത്. ഈ രമേശൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവരുടെ വീട് മൂവാറ്റുപുഴയിലാണ്. പക്ഷേ കൃഷി ആവശ്യങ്ങൾക്കായി ഒരു പുരയിടവും സ്ഥലവും ഇവരെ ഈ പിറവത്ത് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുരുമുളക് പറിക്കാനായിട്ടായിരുന്നു, മറ്റും കൃഷി ആവശ്യങ്ങൾക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ പിറവത്ത് എത്തിയത്. അപ്പോൾ ഈ കിണറ്റിന്റെ സമീപത്ത് നിന്നിരുന്ന കുരുമുളക് പറിക്കുന്നതിനിടെ അദ്ദേഹം ഈ കാലുവഴുതി ഈ കിണറ്റിൽ വീഴുകയായിരുന്നു. ഏകദേശം 40 അടിയോളം താഴ്ചയുണ്ട് ഈ കിണറിന്. ഇത് കണ്ടുകൊണ്ടിരുന്ന ഭാര്യ പത്മം, അതായത് മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് ഈ ഭർത്താവ് കിണറ്റിൽ വീഴുന്നത് അവർ കണ്ട് ഉടൻ ഓടിയെത്തുകയും എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം തല കറങ്ങുന്നു എന്ന് പറയുകയാണ് ചെയ്തത്. ഏകദേശം കഴുത്തപ്പമായിരുന്നു കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നത്. ഉടൻ തന്നെ അവർ ഒരു കയറെടുത്തുകൊണ്ട് വന്ന് കിണറ്റിന് താഴേക്ക് ഇറങ്ങുകയായിരുന്നു. ശേഷം 2 കൈയിലുമായിരുന്നു ഭർത്താവിനെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത്. ഈ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഭർത്താവിനുണ്ടായിരുന്നു. ഇത് കണ്ടുനിന്ന ഒരു ബന്ധുവാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. സാധാരണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഒരു നെറ്റിട്ട് കൊടുക്കുമ്പോൾ കിണറ്റിലേക്ക് ഒരാളും കൂടെ, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും കൂടെ ഇറങ്ങേണ്ടതാണ്. പക്ഷേ അങ്ങനെ അത്തരത്തിൽ ഇറങ്ങണോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പത്മമാണ് പറഞ്ഞത്, വേണ്ട, അദ്ദേഹത്തെ ഞാൻ എടുത്ത് നെറ്റിൽ കയറ്റിക്കോളാം എന്ന് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തെ നമുക്കിപ്പോൾ സ്നേഹ ഇപ്പോൾ പറഞ്ഞതാണ്, അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ തന്നെ വേണ്ട, അതിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ഭർത്താവിനെ കയറ്റി വിട്ടോളാം എന്ന് പറഞ്ഞ പത്മത്തിന്റെ ധൈര്യം ഇപ്പോൾ